നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും അനന്യാസും വ്യാജവും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലപ്രവൃത്തികൾ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ ഞാൻ വായിക്കുന്നു. എന്നാൽ അനന്യാസ് എന്ന് പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ചു. ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് അനന്യാസോട്, പരിശുദ്ധാത്മാവിനോട് യാചം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്തിന്? അത് വിൽക്കും മുമ്പേ നിന്റേതല്ലായിരുന്നോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്ര നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി. ബാല്യക്കാരെഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി വിളിച്ചിട്ടു. യെരുശലേമിൽ തങ്ങളുടെ നിലങ്ങൾ വിറ്റ് അന്നത്തെ അത്യാവശ്യത്തിനു വേണ്ടി, ആളുകളുടെ ഭക്ഷണത്തിനു വേണ്ടി ഇങ്ങനെ ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ കാലത്ത് ആ സഭയിലെ ഒരു ദമ്പതികളാണ് അനന്യാസും സഫീറയും. അവരെക്കുറിച്ച് ശിഷ്യനെന്നോ ശിഷ്യയെന്നോ എഴുതിയിട്ടില്ല. വേദപുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ അനന്യാസ് എന്നൊരു ശിഷ്യനുണ്ടായിരുന്നുവെന്ന് യേശുവിനെ സ്നാനപ്പെടുത്തിയ ആളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ തബീത എന്നൊരു ശിഷ്യ ഉണ്ടായിരുന്നു എന്ന് പത്രോസ് തബീത മരിച്ചപ്പോൾ ഉയർപ്പിച്ചല്ലോ. അവളെക്കുറിച്ച് തബീത എന്നൊരു ശിഷ്യ എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ അനന്യാസ് എന്നൊരു ശിഷ്യനെന്നോ സഫീറ എന്നൊരു ശിഷ്യയെന്നോ തിരുവഴുത്തിൽ എഴുതാതെ അനന്യാസ് എന്നൊരു പുരുഷൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. അവൻ്റെ ഭാര്യ സഫീറ എന്താണ്? പ്രിയപ്പെട്ടവർ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും തന്നെ അവൻ്റെ ശിഷ്യരായി ചേരണം. വെറും വിശ്വാസികളെ കർത്താവിന് വേണ്ട. നിങ്ങൾ എന്നെ വിശ്വസിക്കണം, അത് വലിയൊരു ആശ്വാസമായി എനിക്കെന്ന് യേശു പറഞ്ഞിട്ടില്ല. നിങ്ങൾ എൻ്റെ ശിഷ്യരാകണമെന്നാണ് ഗ്രേറ്റ് കമ്മീഷൻ. അപ്പം ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ പരസ്യ ശിഷ്യനാകുക എന്നാണ്, രഹസ്യ ശിഷ്യനാകുക എന്നുള്ളതല്ല. കാരണം മനുഷ്യരോട് അളവ് കാണിക്കേണ്ട കാര്യം കർത്താവിനില്ല. യേശു പരസ്യമായ നിലപാടാണ് എടുത്തത്, അല്ലേ? യേശു പിറന്നു വീണത് ഒരു പരസ്യ സ്ഥലത്ത്, ഒരു കാര്യത്തൊഴുത്തിനടുത്ത് അവിടെ കിടത്തി ആളുകൾക്ക് കാണത്തക്കവണ്ണം ഒരു സ്ഥലത്തല്ല, രഹസ്യ സ്ഥലത്തല്ല. ഇടയന്മാരും ഒന്ന് കണ്ടല്ലോ. യേശു വളർന്നത് പരസ്യമായിട്ട്, യേശു ശുശ്രൂഷിച്ചത് പരസ്യമായിട്ട്. യേശു അത് പറയുന്നുണ്ട്, ഞാൻ രഹസ്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, എല്ലാം പരസ്യമായിട്ടല്ലേ എന്ന് യേശു ചോദിച്ചിട്ടുണ്ട്. അവസാനം കുരിശിൽ മരിച്ചത് പരസ്യമായിട്ട് ഒരു പെരുവഴിയുടെ ആ സൈഡിൽ കടന്നു പോകുന്ന ആളുകൾക്ക് കാണത്തക്കവണ്ണമാണ് യേശു കുരിശിൽ തൂങ്ങാൻ ഇടയായത്. സ്വർഗത്തിൽ ദൈവം മനുഷ്യനായിട്ട് ഇതുപോലെ പരസ്യമായ നിലപാടെടുത്തെങ്കിൽ തന്നെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ പരസ്യ നിലപാടെടുത്ത് തൻ്റെ ശിഷ്യരാകണം എന്നാണ് സകല സ്ത്രീ പുരുഷന്മാരെക്കുറിച്ചും. അത് 1-ാം നൂറ്റാണ്ടിലെ കേവലം അപ്പോസ്തലന്മാരെക്കുറിച്ച് മാത്രമല്ല, ലോകാവസാനത്തോടും നിങ്ങളിപ്പോൾ സകല ജാതികളോട് സുവിശേഷം, സകല രാജ്യത്തും സുവിശേഷം പ്രസംഗിക്കുക, ലോകാവസാനത്തോളം പ്രസംഗിക്കുക. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടെന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ ലോകാവസാനം വരെയുള്ള ആളുകൾ യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ട് ദൈവവചനം പഠിച്ച് അത് പ്രചരിപ്പിക്കുന്ന ശിഷ്യരായിട്ട് തീരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും വീട് വിട്ടു പോകാനൊന്നും സാധിക്കില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അങ്ങനെ സാധിക്കുകയില്ല. എന്നാൽ നമ്മളവൻ്റെ സാക്ഷികളാകണം. നിങ്ങളെല്ലാവരും എൻ്റെ സാക്ഷികളാകണമെന്നാണ്. വീട്ടിൽ നമുക്ക് സാക്ഷിയാകാം, വീട്ടിൽ വരുന്നവരോട് സുവിശേഷം പറയാം, നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാക്ഷിക്കാം, നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മുടെ സംസാരം കൊണ്ടൊക്കെ നമുക്ക് കർത്താവിനെ സാക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പരസ്യ നിലപാട് ഉള്ള ആളുകളാണ് ശിഷ്യന്മാർ. പക്ഷേ അനന്യാസിനെയും സഫീറയും കുറിച്ച് നമുക്കത് പറയാൻ സാധിക്കില്ല.
എന്തുകൊണ്ടാണ് അവരെ ശിഷ്യരെന്ന് വിശേഷിപ്പിക്കാത്തത്? അവർ ഇച്ചിരി വ്യാജമുള്ളവരായിരുന്നു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ള ആളുകളിൽ വ്യാജമുണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. അതായത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ സംബന്ധിച്ച് അതിനെ കുളിപ്പിക്കണം. വേദപുസ്തകത്തിൽ പറഞ്ഞ് ഉപ്പൊക്കെ പുരട്ടി ഉപ്പ് തേച്ച് കുളിപ്പിക്കണമെന്നൊക്കെ വേദപുസ്തകത്തിൽ. അപ്പോൾ എന്ന് വെച്ചാൽ നന്നായിട്ട് ക്ലീൻ ചെയ്യപ്പെടണം. എങ്കിൽ മാത്രമേ അതിനെ എടുക്കാനും ലാളിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് ചില ചാബല്യങ്ങൾ, അതായത് രണ്ട് പ്രകൃതം അവർക്കുണ്ട്. ഒന്ന് ജഡത്തിൻ്റെ പ്രകൃതവും ആത്മാവിൻ്റെ പ്രകൃതവും. ജഡത്തിൻ്റെ സ്വഭാവവും ആത്മാവിൻ്റെ സ്വഭാവവും. ജഡത്തിൻ്റെ ചിന്തയും ആത്മാവിൻ്റെ ചിന്തയും. അപ്പോൾ നമ്മൾ ഈ ജഡത്തിൻ്റെ ചിന്തകളെ ഒതുക്കണം. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതൊരു പോരാട്ടമാണ്. അതിന് ജയിക്കണം. പക്ഷേ പത്രോസ് ലേഖനത്തിൽ വായിക്കുന്നത്, നിങ്ങൾ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീനെന്നാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിൽ ജഡസ്വഭാവം ഉള്ളത് കൊണ്ട് നമ്മളതിനെ നീക്കിയിട്ട് ആത്മീയരാകണം, ശിഷ്യരാകണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനാണ് ബൈബിളുള്ളത്. അത് വായിക്കണം, അത് കേൾക്കണം. അതിനാണ് ദൈവദാസന്മാരുള്ളത്. അവരിൽ നിന്ന് കേൾക്കണം, പഠിക്കണം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ മോൾഡ് ചെയ്യണം, ഒരുക്കണം, സംസ്കരിക്കണം. പക്ഷേ അനന്യാസും സഫീറയും അങ്ങനെ ചെയ്യാൻ തയ്യാറായില്ല. ആത്മീയമായി വളരാനോ ഒന്നും തയ്യാറായില്ല. അത് യേശുവിനെ കൈക്കൊണ്ടു എന്നുള്ളത് ശരിയാണ്, സ്നാനപ്പെട്ടു എന്നുള്ളതും ശരിയാണ്. പക്ഷേ അവർ വ്യാജം നീക്കി അവരെന്ത് ചെയ്തില്ല, അവർ ആത്മീയമായി വളർന്നില്ല. അവർ കർത്താവിനേക്കാൾ ഈ വസ്തുവിനെ സ്നേഹിച്ചതുകൊണ്ട് അവരത് കുറേ എടുത്തു വച്ചു. രണ്ടാമത്, മുഴുവൻ കൊടുക്കുന്ന ആളുകളെപ്പോലെ അവർ ഭാവിച്ചു. വ്യാജഭാവം അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പാപം. പക്ഷേ രക്ഷപ്പെടാമായിരുന്നു. പത്രോസ് ചോദിക്കുന്നത്, വിലയിൽ കുറെ എടുത്തു വെക്കാൻ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? വിൽക്കുന്നതിന് മുമ്പ് നിൻ്റേതല്ലായിരുന്നു, വിറ്റ ശേഷം നിൻ്റേതായിരുന്നില്ലേ എന്ന് ചോദിച്ച സമയത്ത് അടിയനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വിടുതലുണ്ടാകുമായിരുന്നു. പക്ഷേ അവന് ഒരു കുലുക്കവും ഇല്ല, ഒരു മാറ്റവും ഇല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയുമാണ് വിറ്റത്, ഇത്രയുമാണ് കിട്ടിയത് എന്ന് ഉള്ള ആ നിലപാടിൽ അവൻ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ജനങ്ങൾ കേട്ടെങ്കിലോ, ജനം കേൾക്കുകയല്ലേ പത്രോസ് ചോദിച്ചത്. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് വെച്ചുപോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ പിറ്റേ ആഴ്ച മുതൽ എങ്ങനെ വിശ്വാസികളുടെ മുഖത്ത് നോക്കും? ദൈവത്തിൻ്റെ മുതലെടുത്തവനെന്ന് ആളുകൾ പറയുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇല്ല, ഇത്രയാ എന്ന് ഉള്ള നിലപാടിൽ അവൻ ഉറച്ചു നിന്നു. ആ സമയത്ത് അവന് താഴെ വീണിച്ചാകുകയാണ്. ഉടൻ തന്നെ യഹൂദന്മാരുടെ മധ്യത്തിൽ ഒരാൾ മരിച്ചാൽ അധികം താമസിക്കാതെ തന്നെ അടക്കും. അങ്ങനെ ബാല്യക്കാർ കൊണ്ടുപോയി അടക്കും. സ്തെഫാനോസിൻ്റെ മരണസമയത്ത് ഭക്തിയുള്ള പുരുഷന്മാർ അവനെ കൊണ്ടുപോയി അടക്കിയെന്നാണ്. ഇവിടെ അതൊന്നും എഴുതിയിട്ടില്ല. ബാല്യക്കാർ കൊണ്ടുപോയി അടക്കി. ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് അവൻ്റെ ഭാര്യ വന്നു. അവരുടെ അടുക്കലും ചെന്ന് പത്രോസ് പറയുകയാണ്, പരിശുദ്ധാത്മാവിനോട് ആത്മാവിനെ പരീക്ഷിച്ചത് എന്താണ്? നീയും ഭർത്താവും തമ്മിൽ ഒത്തതെന്താണ് എന്ന് പറഞ്ഞപ്പോൾ അടിയനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വിടുതലുണ്ടാകുമായിരുന്നു. പക്ഷേ അവളും അത്രയ്ക്ക് തന്നെയാണ് വിട്ടത് എന്നതിൽ ഉറച്ചു നിന്നു. ഭർത്താവ് കൊല്ലപ്പെട്ടു എന്നും ഭർത്താവിനെ അടക്കിയെന്നും അവൾ ചിന്തിച്ചില്ല, അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. പക്ഷേ പത്രോസ് പറഞ്ഞു, നിന്റെ ഭർത്താവ് മരിച്ചിരുന്നു, അവനെ കൊണ്ടുപോയി അടക്കി, നീയും മരിക്കാൻ പോവുകയാണ്. അവൾ പറഞ്ഞു വീണ് മരിച്ചു, അവളെയും കൊണ്ടുപോയി അടക്കി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു പത്രോസിനോട് നീ ആരുടെ പാപം നിർത്തുന്നോ നിർത്തപ്പെട്ടിരിക്കും, ആരുടെ പാപം മോചിക്കുന്നോ മോചിക്കപ്പെട്ടിരിക്കും ഒക്കെ എന്ന് പറഞ്ഞൊരു വാക്യമുണ്ടല്ലോ. അത് യേശുവിനെ ദൈവമായി വിശ്വസിക്കുന്ന സകല വിശ്വാസികളുടെയും ലോകാവസാനം വരെയുള്ള വിശ്വാസികളുടെ കാര്യമാണത്. കാരണം അവരുടെ വാക്കിനാൽ സുവിശേഷം കേട്ട് വേണം ആളുകൾക്ക് പാപമോചനം ഉണ്ടാകാൻ. ഇത്രയുള്ള അതിൻ്റെ കാര്യം. പക്ഷേ ജനങ്ങൾ, ഒരു കൂട്ടം ക്രൈസ്തവർ പഠിപ്പിക്കുന്നത് പത്രോസിന് പാപമോചനത്തിൻ്റെ അധികാരമുണ്ട്,
പിന്നെ പത്രോസിൻ്റെ കീഴിലുള്ള ആളുകൾക്ക് എല്ലാ കാലത്തും കൈവപ്പിനാൽ ഇങ്ങനെയുള്ള അധികാരം ഉണ്ട്. അതുകൊണ്ട് അവരോട് പാപം ഏറ്റുപറയുക, അവർ ക്ഷമിച്ചാൽ സ്വർഗ്ഗത്തിൽ പോവാം. ഇതൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനൊരു കാര്യം ഇവിടെ ഉണ്ടായില്ലല്ലോ. പത്രോസ് അനന്യാസിൻ്റെയോ അല്ലെങ്കിൽ ഏതായാലും അവർ കുറച്ച് കൊണ്ടുവന്നല്ലോ, കുറച്ചല്ലേ എടുത്ത് വെച്ചുള്ളൂ. ഒട്ടും കൊടുക്കാത്തവരൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു താക്കീത് നൽകിയിട്ട് ശരി, നിൻ്റെ പാവം ഞാൻ മോഹിച്ചിരിക്കുന്നു, നീ ഇത് ആവർത്തിക്കരുത് എന്നല്ലല്ലോ അനന്യാസിനോട് പറഞ്ഞത്, എന്നല്ലല്ലോ സഫീറോട് പറഞ്ഞത്. പത്രോസ് ആർക്കും പാവമോചനം കൊടുത്തിട്ടില്ല. അതിനുള്ള അധികാരം പത്രോസിനില്ല. യേശു ഇവിടെ ഉണ്ടല്ലോ. ചില ആളുകൾ മറിയാമ്മനോട് പ്രാർത്ഥിക്കാറുണ്ട്, ശുദ്ധമുള്ള മറിയാമ്മേ, തമ്പുരാൻ്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മരണസമയത്ത് അപേക്ഷിക്കണം. യേശു കൂടെ ഉണ്ടല്ലോ. ഞാനോ ലോകാവസാനത്തോ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് യേശു പറഞ്ഞു. ഞാനോ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളെന്നാണ്. യേശു ഇവിടെ ഉണ്ട്. പക്ഷേ മറിയാമോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോ ഒന്നും ഇവിടെ ഇല്ല. അവർ സ്വർഗത്തിലാണ്. യേശു സ്വർഗത്തിലും ഭൂമിയിലും ഉണ്ട്. യേശു ദൈവമായതുകൊണ്ട് ആ യേശു നമ്മുടെ അടുക്കയുണ്ട്. കുഞ്ഞുങ്ങളെ അടുക്ക വിളിച്ച് അനുഗ്രഹിച്ചവൻ, വൃഷരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയവൻ, അതുപോലെ പിന്നെ ഏതൊരാൾക്കും തൻ്റെ അടുക്ക വരാമായിരുന്നല്ലോ. ആ യേശു ഇവിടെ ഉണ്ടല്ലോ. ആ യേശുവിനെ രക്ഷകനായി ഒരിക്കൽ എന്നേക്കുമായി സ്വീകരിച്ചാൽ, യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ട് ദൈവമക്കളോട് ചേർന്ന് ആരാധിക്കാൻ തയ്യാറായാൽ ഏതൊരാൾക്കും അനുഗ്രഹിക്കപ്പെടാം. അല്ലാതെ ഇന്ന ആളോട് പ്രാർത്ഥിക്കണം, ഇന്ന സ്ത്രീയോട്, ഇന്ന പുരുഷനോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ പത്രോസ് പോലും അവരുടെ പാപത്തെ ക്ഷമിച്ചു കൊടുത്തില്ല. പാപത്തെ ക്ഷമിക്കേണ്ടത് ദൈവമാണ്. കാരണം നാം ചെയ്യുന്ന ഏതൊരു പാപവും ദൈവത്തോടാണ് ചെയ്യുന്നത്. ദൈവത്തിന് മാത്രമേ ക്ഷമിക്കാൻ കഴിയൂ. ആ ദൈവമായ യേശുവാണ് നമുക്ക് പാപക്ഷമ തരുവാൻ കുരിശിൽ യാഗമായി ഉയർത്തെഴുതി ജീവിക്കുന്നത്. ആ യേശുവിനെ കൈക്കൊണ്ടാൽ പാപമോചനം ഉണ്ടാകും. പിന്നെ ഉണ്ടാകുന്ന തെറ്റും കുറ്റങ്ങളും കുറവുകളൊക്കെ നമുക്കുണ്ടാകാം. ഇതുപോലെ അത് യേശുവിനോട് ഏറ്റു പറഞ്ഞാൽ തീർച്ചയായിട്ടും യേശുവിന് ക്ഷമിക്കാനായി കഴിയും. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതി പോക്കി സ്തുതിയേക്കാൻ വിശ്വസിക്കുന്ന നീതിമാനും ഒന്നാണ് യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പരിശുദ്ധാത്മാവ് വ്യാജം കാണിച്ച ഈ രണ്ടുപേരെ മരണത്തിന് വിധേയമാക്കിയത് അതൊരു പാഠമാകാൻ വേണ്ടിയാണ്. എക്കാലത്തുമുള്ള ആളുകൾക്ക് നിങ്ങൾ സഭയിൽ വ്യാജം കാണിക്കരുത് എന്നൊരു പാഠം ഉണ്ടാകാനാണ് ഈ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, വ്യാജം ഉപേക്ഷിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.